السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. يا رب لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 22 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖു النار التي وقودها الناس والحجارة أعدت للكافرين. وإن كنتم في ريب, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിമ്മ നസ്സൽന, നാം എന്താണോ അവതരിപ്പിച്ചത് അതേക്കുറിച്ച്, അല അബ്ദിന, നമ്മുടെ അടിമക്ക് അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം അവതരിപ്പിച്ച ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഫഅ്തു, നിങ്ങൾ കൊണ്ടുവരൂ, ബിസൂറ, ഒരു സൂറത്ത് കൊണ്ടുവരൂ, മിൻ മിസ്ലിഹി, ഇതിലുള്ളതുപോലെ, ഈ ഖുർആനിലുള്ളതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരൂ. വദുഉ, നിങ്ങൾ വിളിച്ചോളൂ, ശുഹദാഅക്കും, നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറുള്ളവരെ, നിങ്ങളുടെ കൂടെ ഇതിന് സാക്ഷിയായി വരാൻ തയ്യാറുള്ളവരെ നിങ്ങൾ വിളിച്ചോളൂ. മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ആരെയാണ് വിളിക്കാനുള്ളത് അവരെ വിളിച്ചോളൂ. ഇവിടെ ശുഹദാ എന്ന് പറഞ്ഞത് പഴയ കാലത്ത് കവിതകൾ, അതിൽ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ആരുടേതാണ് യഥാർത്ഥ ഫസീഹായ ഏറ്റവും സ്ഫുടമായ ഭാഷയുടെ കവിത എന്ന് പറയാൻ ഷഹീദായി, സാക്ഷിയായി ഭാഷയിൽ വലിയ കഴിവുള്ള ആളുകൾ വരുമായിരുന്നു. അതാണ് ഇവിടെ ശുഹദാഇനെ നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയുന്നത്. അഥവാ ഈ ഖുർആൻ പോലെയുള്ളതാണോ ഈ കൊണ്ടുവന്നത് എന്ന് പറയാൻ മാത്രം കഴിവുള്ള ആളെ, അവരെയും വിളിച്ചോളൂ, അള്ളാഹുവിന് പുറമേ ഉള്ളവരെ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ. ഫഇൻ ലം തഫ്അലൂ, ഇനി നിങ്ങളത് ചെയ്തില്ല എങ്കിൽ, ഫഇൻ ലം തഫ്അലൂ, നിങ്ങളത് നിലവിൽ ചെയ്തിട്ടില്ല എങ്കിൽ, നിലവിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, വലൻ തഫ്അലൂ, ഇനി ഒട്ട് ചെയ്യാനും സാധിക്കുകയില്ല. ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളുക. അല്ലത്തി വഖൂദുഹ, അതിൻ്റെ വഖൂദ് എന്നാൽ അതിൽ കത്തിക്കാനുള്ള വിറക്, അതിലെ ഇന്ധനം. അന്നാസു, അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യനാണ്. വൽ ഹിജാറ, കല്ലുകളുമാണ്. ഉഇദ്ദത്, അത് ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കി നിർത്തപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീൻ, കാഫറുകളായ ആളുകൾക്ക്, അള്ളാഹുവിനെ, അവൻ്റെ ദീനിനെ, അവൻ്റെ കിതാബിനെ, അവൻ്റെ റസൂലിനെ, ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു നരകം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് വന്നിട്ടുള്ളത് മുസ്ഹഫിൽ നമ്മൾ തുറന്നു നോക്കിയാൽ സൂറത്തുൽ ബഖറയിലെ തൗഹീദ് പറഞ്ഞിട്ടുള്ള ആയത്തിൻ്റെ തൊട്ടുടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പറഞ്ഞ തൊട്ടുടനെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം ഈ ആയത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖിനെ കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂലാണോ? നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണോ ഈ ഖുർആൻ? ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൂതനാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം
വന്ന ഉടനെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയമാണ് ഈ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല സ്ഥാപിക്കുന്നത്. തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും പടച്ച റബ്ബിനെ ആരാധിക്കുക, നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. അതിൻ്റെ തൊട്ടു ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ ഇതുപോലൊന്ന് കൊണ്ടുവരൂ എന്ന് റബ്ബ് പറയുന്നു. നോക്കൂ, ഈ ആയത്ത് അള്ളാഹു പറയുന്നു, വഇൻ കുൻതും ഫി റൈബ്, നിങ്ങൾ റൈബിലാണ് എങ്കിൽ. നമുക്കറിയാം, സംശയം എന്നതിന് അറബിയിലെ വളരെ അറിയപ്പെട്ട ഒരു വാക്കാണ് ഏതാണ്? ഷക്ക്. ഷക്ക് എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടുള്ള വാക്കാണ്. വഇൻ കുൻതും ഫി ഷക്കിൻ മിൻ ദീനി, നിങ്ങൾക്ക് എൻ്റെ ദീനിനെ കുറിച്ച് സംശയമുണ്ടോ? ഫലാ അഅ്ബുദുല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. അവരോട് പറയൂ നബിയെ, ഈ ദീനിനെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയം വേണ്ട, ഇതാണ് എൻ്റെ ദീൻ. ഷക്ക് എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ റൈബ് എന്നതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. റൈബും ഷക്കും സംശയം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ള വാക്കാണ്. പക്ഷേ ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞത് കാണാം, ഖുർആനിൽ പരിപൂർണമായ മുത്തറാദിഫുകൾ കാണാൻ കഴിയില്ല എന്ന്. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമുള്ള വാക്കുകൾ. പരിപൂർണമായി എല്ലാ അർത്ഥത്തിലും ഒരേ അർത്ഥം അങ്ങനെ കാണുകയില്ല. മറിച്ച് സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ പദങ്ങൾ മാറുമ്പോൾ അതിൽ കാണാം. മറിച്ച് മുതഖാരിബായ അർത്ഥം അഥവാ അടുത്ത് നിൽക്കുന്ന അർത്ഥങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരിക്കലും എല്ലാ നിലക്കും ഒരുപോലെ ആവുകയില്ല. അതുപോലെ ചില പദങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രയോഗിക്കാൻ പ്രത്യേകമായ ചില കാരണങ്ങൾ കാണാം. ഇപ്പം നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് സുലൈമാൻ അലൈഹിസ്സലാം. ആ മഹാനായ നബി മരണപ്പെട്ടതിനെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സബയിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഫലമ്മ ഖദാ അലൈഹിൽ മൗത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅതഹ്. സുലൈമാൻ അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ സുലൈമാൻ നബി മരിച്ചു എന്ന് അവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ജിന്നുകൾക്ക് മനസ്സിലായില്ല. സുലൈമാൻ അലൈഹിസ്സലാമിന് പ്രത്യേകമായി അള്ളാഹു കടലിനടിയിൽ മുങ്ങി മുത്തുകളും മറ്റും എടുത്തു കൊടുക്കുന്ന, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന, ഭാരിച്ച ജോലികൾ ചെയ്യുന്ന ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നത് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. മസ്ജിദുൽ അഖ്സയുടെ ജോലി, അതിൻ്റെ പുനർനിർമ്മാണ ജോലി ജിന്നുകളെ കൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം ചെയ്യിക്കുകയാണ്. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം നിന്ന നിൽപ്പിൽ വഫാത്തായി, അവിടുന്ന് മരണപ്പെട്ടു. ഒരു വടിയിൽ ഊന്നിയിട്ടാണ് നിന്നത്. മുന്നിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജിന്നുകൾക്ക് മനസ്സിലായില്ല മുന്നിൽ നിൽക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടുണ്ട്. ഗൈബ് അവർക്കറിയുകയില്ല, അവർ പടപ്പുകളാണ്. അള്ളാഹു പറയുന്നു, മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്. സുലൈമാൻ നബി മരണപ്പെട്ടു എന്ന് അവരെ അറിയിച്ചത് ആരാണ്? ദാബത്തുൽ അർദ്. ദാബത്തുൽ അർദ് എന്നാൽ ചിതലാണ്. തഅകുലു മിൻ സഅതഹ്. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ വടി തിന്നു തീർത്തപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം വീണു. അപ്പോൾ അവർക്ക് മനസ്സിലായി, അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിഥൂ ഫിൽ അദാബിൽ മുഹീൻ. ഗൈബ് ഞങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ഈ ഇത്രയും നിന്ദ്യമായ നിലക്ക് പേടിച്ചിട്ട് ഈ ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാം മരണപ്പെട്ടു എന്ന വിവരം പോലും അവരറിഞ്ഞില്ല. അവിടെ അള്ളാഹു പറഞ്ഞത് കാണാം, തഅകുലു മിൻ സഅതഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മിൻ സഅത്ത് തിന്നു എന്ന്. സംശയത്തിന് ശക്ക് എന്ന് പറയുന്നത് പോലെ വടിക്ക് എന്തു വാക്കാണ് പൊതുവെ അറബിയിൽ പറയാറുള്ളത്? ആസ എന്ന വാക്ക് ഖുർആനിൽ കാണാം. ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുഅബാൻ മുബീൻ.
മൂസ അലൈഹിസ്സലാം അവിടുത്തെ അസ താഴെ ഇട്ടു. അസ ഖുറാനിൽ വന്നിട്ടുണ്ട്. അസ എന്നതിൻ്റെ ബഹുവചനം, അതിൻ്റെ ജംഉം ഖുറാനിൽ വന്നിട്ടുണ്ട്. അസായുടെ ജംആണ് ഇസി. അൽഖൗ ഹിബാലഹും വ ഇസിയഹും, അവർ അവരുടെ വടികളും പാമ്പുകളൊക്കെ കയറുകളൊക്കെ താഴിട്ടു. അപ്പോൾ അത് പാമ്പായി മാറി, ആളുകൾക്ക് പാമ്പാണെന്ന് തോന്നി എന്ന് ഖുറാനിൽ കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ വടിയെക്കുറിച്ച് മിൻസ എന്ന വാക്ക് അള്ളാഹു ഖുർആനിൽ സാധാരണ പറയാത്ത അസ എന്ന വാക്ക് പറയാം. കാരണം ഷാമിൽ, സുലൈമാൻ നബി ഷാമുകാരനാണ്, ഷാമിൽ ഉപയോഗിക്കാറുണ്ടായിരുന്ന പദം അതാണത്രേ, വടിക്ക് മിൻസാത്ത് എന്ന പദം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ചില വാക്കുകൾ, ചില പദപ്രയോഗങ്ങൾ അത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ സുബ്ഹാനല്ലാഹ് വലിയ അത്ഭുതങ്ങൾ കാണാം. നിങ്ങൾ നോക്കൂ, അതിൽ ആദ്യം പറയുക പിന്നെ പറയുക എന്നതിൽ പോലും അത്ഭുതങ്ങൾ കാണാം. അള്ളാഹു ഖുർആനിൽ നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞത് കാണാം. രണ്ടായത്തുകളിൽ, സൂറത്തുൽ ഇസ്രായിലും അതുപോലെ സൂറത്തുൽ അൻആമിലും. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, വല തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം പേടിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വയ്യാക്കും, അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് നാമാണ്. സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ് നഹ്നു നർസുഖുക്കും വയ്യാഹും, ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ മക്കളെ കൊല്ലരുത്, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ്. സുബ്ഹാനല്ലാഹ്, രണ്ടായത്തുകളിൽ ഒരിടത്ത് സൂറത്തുൽ ഇസ്രായിൽ അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് നാമാണെന്ന് പറഞ്ഞു. ആദ്യം അവരെ കുട്ടികളെ പറഞ്ഞു. സൂറത്തുൽ അൻആമിൽ നിങ്ങൾക്കും അവർക്ക് റിസ്ക് നൽകുന്നത് നാമാണെന്ന് ആദ്യം നിങ്ങളെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കാരണം സൂറത്തുൽ ഇസ്രായിലെ ആയത്തിൽ നിങ്ങൾ ദാരിദ്ര്യം പേടിച്ചിട്ട് കൊല്ലരുത് എന്നാണ്. അഥവാ നിലവിൽ ദാരിദ്ര്യമില്ല, പക്ഷേ കുട്ടികൾ ഉണ്ടായാൽ പട്ടിണിയിലായി പോവോ എന്ന് പേടിച്ചിട്ട് കൊല്ലരുത്. അപ്പോൾ എന്ത് ചെയ്തു? വരാനിരിക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. അതുകൊണ്ട് അവരുടെ കാര്യം ആദ്യം പറഞ്ഞു, നഹ്നു നർസുഖുഹും വയ്യാക്കും. എന്നാൽ അൻആമിൽ ആയത്തിൽ വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ് എന്നാണ്. ഇംലാഖ് കാരണത്താൽ, അഥവാ നിലവിൽ ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യം പേടിക്കുന്നതല്ല, നിലവിൽ ദാരിദ്ര്യമുണ്ട്, നിങ്ങൾ അത് പേടിച്ച് കുട്ടികളെ കൊല്ലരുത്. അവിടെ എന്ത് പറഞ്ഞു? ആദ്യം നിങ്ങൾക്ക് റിസ്ക് തരും എന്ന് പറഞ്ഞു. നഹ്നു നർസുഖുക്കും വയ്യാഹും. സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ പ്രയോഗങ്ങൾ റബ്ബിൻ്റെ കിതാബിൽ നമുക്ക് കാണാം. ഇവിടെ ഷക്കിന് പകരം റൈബ് എന്ന് പറഞ്ഞിരിക്കുന്നു. റൈബും ഷക്കും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. റൈബ് എന്നാൽ കേവല സംശയമല്ല, ഒന്നുകിൽ അത് കലക്കോടുകൂടിയ സംശയമാണ്. കലഖ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു അങ്കലാപ്പും ആശങ്കയും ഒക്കെ കൂടിക്കലർന്ന സംശയം. അതുപോലെ തുഹ്മത്ത് കലർന്ന സംശയം. തുഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു എന്ത് കാര്യത്തിനാണോ സംശയിക്കുന്നത് അതേക്കുറിച്ചൊരു ദുരാരോപണം മനസ്സിലുണ്ട്. ഒരാരോപണം മനസ്സിൽ സംശയത്തിൻ്റെ കൂടെയുണ്ട്. കേവലം ഇത് ശരിയാണോ തെറ്റാണോ, ശരിയാകാൻ ഒരു 50% സാധ്യത, തെറ്റാകാൻ ഒരു 50% സാധ്യത, ഇതിനും ശക്കെന്ന് പറയും. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ മനസ്സ് അങ്കലാപ്പിലും, അതല്ല എങ്കിൽ മനസ്സിൽ ഈ സംശയിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു ആരോപണവുമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ അത് കെട്ടിച്ചമച്ചു പറയുകയാണ് എന്ന ആരോപണം അവരുടെ മനസ്സിലുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്കിതേക്കുറിച്ച് സംശയമുണ്ടോ? മിമ്മ നസ്സൽന, നാം അവതരിപ്പിച്ചതിനെക്കുറിച്ച്. നാം അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹു റബ്ബുൽ ആലമീൻ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. റബ്ബ് എവിടെയാണ്? അവൻ ആകാശങ്ങൾക്ക് മേലെയാണ്. അതുകൊണ്ടാണ് നസ്സൽന, നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈസ അലൈഹിസ്സലാമിനെ റബ്ബ് റഫഅഹു അല്ലാഹു ഇലൈഹി, അവരിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇലൈഹി അസ്അദുൽ കലിമു തയ്യിബ്, അവനിലേക്കാണ് നല്ല വാക്കുകൾ കയറിപ്പോകുന്നത്. വല അമലു സാലിഹു യർഫഉ, സൽപ്രവർത്തനങ്ങൾ അവൻ ഉയർത്തുന്നു. മിഅ്റാജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബിലേക്ക് റബ്ബ് കൊണ്ടുപോയി. ദുആ ചെയ്യുമ്പോൾ നമ്മൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു, നമ്മുടെ ഹൃദയം മുകളിലേക്ക് തിരിയുന്നു. ഇതെല്ലാം റബ്ബ് 7 ആകാശങ്ങൾക്ക് മേലെ ഉള്ളവനാണ് എന്നതുകൊണ്ടാണ്. ആല ആബുദിന, നമ്മുടെ ആബുദിനെ അവതരിപ്പിച്ചതിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ അള്ളാഹു വിശേഷിപ്പിച്ചത് നമ്മുടെ ആബുദ് എന്നാണ്, നമ്മുടെ അടിമ എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ 4 ഇടത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്
വന്നിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തു മുഹമ്മദ്. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വേറെയും രണ്ടിടങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്നാൽ നബിയെ നമ്മുടെ ആബുദ് എന്നാണ് അള്ളാഹുവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിങ്ങൾ വിളിക്കേണ്ടത്, എന്നെ നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിൻ്റെ അബുദും റസൂലുമാണ് എന്ന് ആളുകളോട് പറഞ്ഞത് കാണാം. ഒരിക്കൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അൻത സയ്യിദുന വബ്നു സയ്യിദിന, അൻത ഖൈറുന വബ്നു ഖൈറിന. നബി, അങ്ങ് ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ ഏറ്റവും ഖൈറായ ആളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹ്, സയ്യിദ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണത്? യജമാനൻ എന്ന അർത്ഥത്തിൽ സയ്യിദ് അള്ളാഹുവാണ്. എന്നാൽ നേതാവ് എന്ന അർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, സംശയമില്ല. നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമത്തി വലാ ഫഖർ. ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, ഈ ലോകത്തും പരലോകത്തും. അന്ത്യനാളിൽ ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. വലാ ഫഖർ, ഞാൻ എന്തു പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല. അന അവ്വലു മൻ തുൻഷഖു അൻഹുൽ അർദ് വലാ ഫഖർ. ഞാൻ എൻ്റെ ഖബറാണ് ആദ്യം പൊട്ടിപ്പിളരുക, ഞാനാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റ് വരിക. ഫഖർ, പൊങ്ങച്ചം പറയുകയല്ല. എനിക്ക് വേണ്ടിയാണ് സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യം തുറക്കപ്പെടുക. വലാ ഫഖർ, പൊങ്ങച്ചം പറയുകയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവ് എന്ന അർത്ഥത്തിൽ സയ്യിദാണ്, സംശയമില്ല. പക്ഷേ യജമാനൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അസ്സയ്യിദ്, യഥാർത്ഥ ഉടമസ്ഥനും യജമാനനും റബ്ബാണ്. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പ്രശംസിക്കുന്നത് നബി ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, സയ്യിദ് എന്ന് അള്ളാഹു ആണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, അൻത ഖൈറുന, നബി അങ്ങാണ് ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലൂ ബിഖൗലിക്കും ഔ ഖൂലൂ ബിബഅദി ഖൗലിക്കും വലാ യസ്തജ്രിയന്നകും ശൈത്താൻ. നിങ്ങൾ നിങ്ങളുടെ വാക്ക് പറഞ്ഞോളൂ, പക്ഷേ ശൈത്താൻ നിങ്ങളെ ജനങ്ങൾക്കിടയിൽ അവൻ്റെ പണിയെടുക്കുന്ന ആളുകളാക്കാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസകളോട് പ്രതികരിച്ച രൂപം നോക്കൂ. കാരണം പുകഴ്ത്തലുകൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഹമീദായ ഖിസാലുകളുള്ള, ഏറ്റവും സുത്യർഹമായ ഗുണവിശേഷണങ്ങളുള്ള പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെപ്പോലെ ശ്രേഷ്ഠരായ മറ്റൊരു പടപ്പില്ല. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തലുകൾക്ക് കൃത്യമായ അതിർവരമ്പുകൾ വെച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം. നസ്രാനികൾ ഇബ്നു മറിയമിനെ, ഈസ അലൈഹിസ്സലാമിനെ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഇന്നമാ അന അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയും റസൂലുമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലുഹു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുക? അള്ളാഹുവിൻ്റെ അടിമയും റസൂലും എന്ന് പറയുക. അടിമയും റസൂലും എന്ന് പറഞ്ഞാൽ അബ്ദ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. അതുകൊണ്ട് ലാ യുഅബദ്, അബ്ദുൻ ലാ യുഅബദ്, അടിമയാണ്, ഇബാദത്ത് ചെയ്തുകൂടാ. റസൂലാണ്, ലാ യുകദ്ദബ്, അതുകൊണ്ട് നിഷേധിച്ചുകൂടാ. രണ്ട് പഴച്ച കക്ഷികൾക്കുള്ള മറുപടി അതിലുണ്ട്. അബ്ദുല്ലാഹി വ റസൂലുഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമയാണ്. റസൂലുകൾ ആരാധിച്ച നസ്രാനികളെപ്പോലെ നിങ്ങളാകരുത്. റസൂലാണ്. റസൂലുകളെ നിഷേധിക്കുകയും കൊന്നുകളയുകയും വരെ ചെയ്ത യഹൂദികളെപ്പോലെ നിങ്ങളാകരുത്. രണ്ടിൻ്റെയും നടുവിൽ ഇബാദത്ത് ചെയ്യരുത്, ആരാധിക്കരുത്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നബിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യണം. എത്ര സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായ, എത്ര ശരിയായ മധ്യമമായ നിലപാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദും റസൂലുമാണ് എന്ന് പറയാൻ കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ അബ്ദായിരിക്കുക എന്നത് പ്രിയ സഹോദരങ്ങളെ ശ്രേഷ്ഠതയാണ്. ആളുകളുടെ അടിമയായിരിക്കുക എന്നത് ശ്രേഷ്ഠതയല്ല. നീ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നത്, അള്ളാഹുവിനെ നീ അനുസരിക്കണം എന്നത്, അത് ശ്രേഷ്ഠതയാണ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആളുകൾ കെട്ടിയുണ്ടാക്കിയ സ്വാതന്ത്ര്യമല്ല. ആണാകട്ടെ പെണ്ണാകട്ടെ, ആളുകൾ പറയും വ്യക്തി സ്വാതന്ത്ര്യമില്ല, എനിക്ക് സ്വതന്ത്രമായ ലൈഫ് വേണം, ആസ്വദിച്ച് ജീവിക്കണം, ഫ്രീഡം വേണം എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അവൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക്, ശൈത്താൻ്റെ ചങ്ങലക്കെട്ടുകളിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ, ഹറബു മിനർ റിഖില്ലദീ ഖുലിഖൂ ലഹു ഫബുലൂ ബിറിഖിൻ നഫ്സി വശൈത്താനി.
ഏതൊരു അടിമത്തത്തിന് വേണ്ടിയാണോ അള്ളാഹു അവരെ പഠിച്ചത്, ആ അടിമത്തത്തിൽ അള്ളാഹുവിൻ്റെ അടിമയാകാനാണ് റബ്ബ് അവരെ പഠിച്ചത്. അതിൽ നിന്ന് അവർ ഓടിപ്പോകാൻ നോക്കിയപ്പോൾ ഫബുലു ബിരിഖിൻ നഫ്സി വശൈത്താനി, അവരാരുടെ അടിമയായി മാറി? സ്വന്തം നഫ്സിൻ്റെ അടിമയായി മാറി. നഫ്സ് എന്താണോ അവനോട് കൽപ്പിക്കുന്നത്, അവൻ്റെ ദേഹേച്ഛ, അതിനനുസരിച്ച് അവൻ പോകും. അല്ല, നീ നിൻ്റെ നഫ്സിനെ പിടിച്ചു കെട്ടേണ്ടവനാണ്, അതിനെ നീ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകേണ്ടവനാണ്. വശൈത്താന്, ഷെയ്ത്താൻ്റെ അടിമയായി മാറി. സുബ്ഹാനല്ലാഹ്, ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഷെയ്ത്താൻ്റെയും അതുപോലെ മനുഷ്യരിൽപ്പെട്ട പല പിശാചുക്കളുടെയും അടിമകളാണ്. അല്ലേ, നമ്മുടെ സ്ത്രീകളെ മോചിപ്പിക്കാനാണ് നടക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ അവരെ ദുനിയാവിൽ അങ്ങേറ്റം നിന്ദ്യമായ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. ചില സഹോദരിമാർ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന പെണ്ണാണ്. അവൾ തൻ്റെ ഈ ഇങ്ങനെയുള്ള മോഡേണിസം തലയിൽ കയറിയിട്ടുള്ള ചില കൂട്ടുകാരികളോട് പറഞ്ഞത്രേ, അയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്, ആൾ തീരെ ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല, ഞാൻ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, എപ്പോഴും പണിയാണ്. അപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞത്ര, നീ എന്തിനാണെങ്കിൽ കഷ്ടപ്പെടുന്നത്, ഡിവോഴ്സ് വാങ്ങിക്കോ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ എൻ്റെ മാനേജറെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, കരിയറാണ്, സൂക്ഷിക്കണം, ഒക്കെ സബറാക്കി ക്ഷമിച്ചു പോകണം, കരിയർ വളർത്തി കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഈ എന്തൊരു ദുഷ്ടത്തികളാണ്, എന്തൊരു അക്രമികളാണ് നിങ്ങൾ, കാരണം എൻ്റെ കുടുംബം അത് നശിപ്പിക്കാൻ എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ ഉപദേശിച്ചത്. അതേസമയം കണ്ട ഏതോ ഒരുത്തൻ അവൻ പറയുന്ന നേരത്ത് വരണം, അവൻ പറയുന്ന നേരത്ത് പോകണം, മിണ്ടണമെങ്കിൽ അവൻ്റെ അനുവാദം വേണം, അവൻ പറയുന്ന കുപ്പായിടണം. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളുടെ അടിമകളായി ജീവിക്കാൻ യാതൊരു മടി ഈ ആളുകൾക്കില്ല. എന്നാൽ സുബ്ഹാനല്ലാഹ്, ആ കുടുംബത്തിൽ ആരാണുള്ളത്? അവളെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന, അവളെ ബഹുമാനിക്കുന്ന, അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന, പ്രായമേറുന്നതിന് അവളെ ബഹുമാനിക്കുന്ന, അവളെ സേവിക്കാൻ മത്സരിക്കുന്ന, കുടുംബത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കുക, അത് അവൾക്ക് മാത്രം, അത് പുരുഷനുള്ളതാണ്. പുരുഷനും അങ്ങനെ തന്നെയാണ്. അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ്റെ പല ഇഷ്ടങ്ങളും അവൻ മാറ്റിവെക്കുന്നുണ്ട്. കാരണം അതിലാണ് അവൻ്റെ സന്തോഷമുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയ യഥാർത്ഥ സന്തോഷം അതിലാണുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ആളുകൾ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കല്ല, അങ്ങേറ്റം നിന്ദ്യമായ അടിമത്തത്തിലേക്കാണ്. ഫബുലു ബിരിഖിൻ നഫ്സി വശൈത്താനി എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നത് പ്രിയ സഹോദരങ്ങളെ, അത് ഔന്നത്യമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷരീഫായ മഖാമുകളിൽ, അഥവാ ഏറ്റവും ഉന്നതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഇടങ്ങളിൽ നബിയെ റബ്ബ് വിളിച്ചത് ആബിദ് എന്നാണ്. ഈ ആയത്ത് പോലെ നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതുപോലെ ഒന്ന് കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു സൂറത്ത് കൊണ്ടുപോവാ, അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിളിച്ചത് എന്താണ്? മിമ്മ നസ്സൽനാ അലാ ആബിദിന, നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ആബിദ് ആവുക എന്നത് സഹോദരങ്ങളത് ഔന്നത്യവും അത് ഏറ്റവും ശ്രേഷ്ഠതയുമാണ്. കാരണം നീ നിൻ്റെ റബ്ബിനെയാണ് അനുസരിക്കുന്നത്, നിനക്കെല്ലാ അനുഗ്രഹങ്ങളും ഏകിയവൻ, നിന്നോട് നിൻ്റെ ഉമ്മയേക്കാൾ റഹ്മത്തുള്ളവൻ, നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടവൻ. ഈ ലോകത്ത് മറ്റെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ആര് നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ഒരു ഓഹരി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ തിരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ, എല്ലാവരും പണമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ അവർ സ്വന്തത്തിൻ്റെ ഒരു ഇഷ്ടം അവർക്ക് നിന്നോടുള്ള സ്നേഹത്തിന് പിന്നിലുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നിന്നോടുള്ള റഹ്മത്തിന് പിന്നിൽ, സ്നേഹത്തിന് പിന്നിൽ, അവൻ നൽകിയ അനുഗ്രഹത്തിന് പിന്നിൽ യാതൊന്നുമില്ല. അവന് നിന്നെക്കൊണ്ട് യാതൊന്നും നേടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യരെല്ലാം ഏറ്റവും ശുദ്ധമായ ഹൃദയങ്ങളുടെ ഉടമകളായിരുന്നാലും അള്ളാഹു പറഞ്ഞു, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. ഓൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും ജിന്നും ഇൻസുമൊക്കെ ഏറ്റവും തഖ്വയുള്ള ഹൃദയങ്ങളായിരുന്നാലും എൻ്റെ മുൽക്കിലൊന്നും കൂടാനില്ല, എൻ്റെ അധികാരത്തിലൊന്നും കൂടാനില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും
كانوا على أفجر قلب رجل واحد منكم ما نقص ذلك من ملك شيئا. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളുകൾ അവസാനത്തെ ആളുകൾ ജിന്നും ഇൻസും ഒക്കെ ഏറ്റവും വൃത്തികെട്ട ഹൃദയങ്ങളുള്ള ആളുകളായിരുന്നാലും എൻ്റെ മുൽക്കിലൊന്നും കുറയാനില്ല. അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് നീ നല്ലത് ചെയ്താൽ അത് നിനക്കാണ്. അള്ളാഹു നിന്നോട് കൽപ്പിച്ചത് വിലക്കിയത് നിൻ്റെ ഖൈറിന് വേണ്ടിയാണ്. റബ്ബിന് അവൻ്റെ മുൽക്കിലൊന്നും കൂടാനില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അബുദാവുക എന്നത് പ്രിയ സഹോദരങ്ങൾ, അത് ഔന്നത്യമാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നത് അത് ഏറ്റവും വലിയ തൗഫീഖാണ്. അതിലൊരു പ്രയാസം നീ കാണേണ്ടതില്ല. അതിനോളം സൗഭാഗ്യം പ്രിയമുള്ളവരെ മറ്റൊന്നുമില്ല. നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അള്ളാഹു വെല്ലുവിളിക്കുന്നു. ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഈ ഖുർആനിലുള്ളതുപോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. ഇത് നോക്കൂ, ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയാണ്. ഇതാരെയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്? ലോകത്തെ മുഴുവൻ മനുഷ്യർ, അന്ത്യനാൾ വരെയുള്ള ആളുകളിലേക്ക് ഈ വെല്ലുവിളി ബാധകമാണ്. എന്നാൽ ഈ വെല്ലുവിളി ആദ്യം കേട്ടവർ അറബി ഭാഷയിൽ അഗ്രഗണ്യരായ ആളുകളായിരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഓരോ നബിമാർക്കും അവരുടെ ഉമ്മത്തിൽ ഉള്ള പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്, അതിന് യോജിച്ച മുഅ്ജിസത്തുകളാണ് നൽകുക എന്നതാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് സിഹർ വ്യാപകമായിരുന്നു. അപ്പോൾ അവരുടെ സകല സിഹറിനെയും പരാജയപ്പെടുത്തി കളയുന്ന അത്ഭുതമാണ് മൂസാ നബിക്ക് അള്ളാഹു നൽകിയത്. വടിയിട്ടാൽ അത് പാമ്പായി മാറും. ഈസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ചികിത്സയിൽ അവർ വളരെ മുന്നേറിയിരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനെല്ലാം വെല്ലുവിളിക്കുന്ന മുഅ്ജിസത്താണ് ഈസ അലൈഹിസ്സലാമിന് നൽകിയത്. രോഗി വരും, ഈസ അലൈഹിസ്സലാം ശരീരത്തിൽ തടവിയാൽ രോഗം മാറും, വെള്ളപ്പാണ്ട് മാറും. എങ്ങനെ അന്ധനായിരുന്നവൻ, അഥവാ ജനിച്ചപ്പോൾ തന്നെ കാഴ്ചയില്ലാത്തവൻ്റെ കണ്ണിൽ തടവിയാൽ, മുഖത്ത് തടവിയാൽ അവൻ കാഴ്ചയുള്ളവനാകും. അതിനേക്കാൾ വലുതാണ് എന്ത്? ഖബറിൽ മരിച്ചു കിടക്കുന്നവരെ അവിടെ പോയി ഈസ അലൈഹിസ്സലാം വിളിച്ചാൽ എണീറ്റ് വരുവാണ്. തുഹയിൽ മൗത ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടെ താങ്കൾ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന്. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഈസ അലൈഹിസ്സലാമിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രകടമാക്കി. ഈസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തുൻ മുസ്തഖീം. എൻ്റെയും നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിനുള്ള തെളിവാണിത്. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികൾ അങ്ങേയറ്റം മുന്നേറിയിരുന്നു ഭാഷയിൽ, സാഹിത്യത്തിൽ, ഭാഷയിലെ വ്യത്യസ്തങ്ങളായ കഴിവുകളിൽ. അവരിൽ ചിലർ ഒരു വാക്ക് ഒരു വർഷത്തിൽ ഒരു തവണയേ പറയാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് ചിലർ. എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ വർഷം ആ വാക്ക് പറയേണ്ടി വരുമ്പോൾ അതിന് മുത്തറാദിഫ് പറയും, അതിൻ്റെ പര്യായ പദങ്ങൾ പറയും. ഇങ്ങനെ പോലും ഭാഷയിൽ കഴിവുണ്ടായിരുന്ന ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു. വലിയ വലിയ കവികൾ അവരുടെ കാലത്തുണ്ടായിരുന്നു. ഓരോ കബീലയിൽ, ഓരോ ഗോത്രങ്ങളിൽ കവികളുണ്ടായിരുന്നു. അതിലവർ അഭിമാനിച്ചിരുന്നു. അവരുടെ കബീലകളെ പുകഴ്ത്തി പറയാൻ, എതിരാളികളെ ഇകഴ്ത്താൻ, ഇങ്ങനെയുള്ള കവിതകളിൽ വലിയ കഴിവുണ്ടായിരുന്ന, സാഹിത്യത്തിൽ വലിയ കഴിവുണ്ടായിരുന്ന ആളുകളെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വെല്ലുവിളിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഫഅ്തു ബികിതാബിൻ മിൻ ഇൻദില്ലാഹ് ഹുവ അഹ്ദാ മിൻഹുമാ അത്തബിഉഹു ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഒരു കിതാബ് കൊണ്ടുവരും. തൗറാത്തിനേക്കാളും ഖുർആനിനേക്കാളും ജനങ്ങൾക്ക് ഹിദായത്ത് പഠിപ്പിക്കുന്ന കിതാബ് കൊണ്ടുവരും. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറ. പറയുക, മനുഷ്യരും ജിന്നുകളും ഒക്കെ ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ വേണ്ടി അവർ പരസ്പരം സഹായിച്ചാലും അവരൊക്കെ കൂടിച്ചേർന്നാലും കൊണ്ടുവരാൻ സാധ്യമല്ല. അതുപോലെ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ 10 സൂറത്തുകൾ, ഈ ഖുർആൻ പോലെയുള്ള 10 സൂറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചത് കാണാം. ഫഅ്തൂ ബിഅശ്രി സൂവരിൻ മിസ്ലിഹി, സൂറത്ത് ഹൂദിൽ 10 സൂറത്തുകൾ. അതിലേറ്റവും കുറഞ്ഞത് ഏതാണ് വെല്ലുവിളി? ഈ ആയത്തിലുള്ള ഒരു സൂറത്ത്, ഒരായത്തല്ല, സൂറത്താണ് വെല്ലുവിളി. കാരണം ആയത്ത് എന്നാൽ മുദ്ഹാമ്മത്താൻ, അതൊരായത്താണ്. മുദ്ഹാമ്മത്താൻ ഒരായത്താണത്. ആയത്ത് കൊണ്ടുവരാനല്ല വെല്ലുവിളി. കാരണം മുദ്ഹാമ്മത്ത് ഒറ്റ പദം എന്താണ്? ഒരായത്താണ്. മുദ്ഹാമ്മത്താൻ സൂറത്തു റഹ്മാനിലെ ആയത്താണ്. വെല്ലുവിളി എന്താണ്? സൂറത്ത് കൊണ്ടുവരാനാണ്. അപ്പോൾ നോക്കൂ, സൂറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും
വളരെ ചെറിയ സൂറത്തുകളുണ്ട് ഖുർആനിൽ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമലു സ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ, ഇതുപോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു അവർക്ക് സാധിച്ചിട്ടില്ല, അന്ത്യനാൾ വരെ സാധിക്കുകയുമില്ല. അവരെ അത്ഭുതപ്പെടുത്തിയ, അവരെ അന്താളിപ്പിച്ച കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് നോക്കൂ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കാൻ അവർ ഖുറൈശികളുടെ കൂട്ടത്തിൽ വലിയ കഴിവുള്ള ഒരാളെ ഏൽപ്പിച്ചു. അയാൾക്ക് ഷിഅർ അറിയാം, അറബി ഭാഷയിലെ കവിതകളറിയാം, അതിലെല്ലാ നിലക്കുള്ള സാഹിത്യങ്ങളും അയാൾ പഠിച്ചിട്ടുണ്ട്. അയാൾ കഹാനത്ത് പഠിച്ചിട്ടുണ്ട്. കഹാനത്ത് എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യം പഠിച്ചിട്ടുണ്ട്. ഈ ജ്യോത്സ്യത്തിൻ്റെ ആളുകൾ സെജ ഒപ്പിച്ച് വാക്കുകൾ പറയും എന്നാണ്. സെജ എന്ന് പറഞ്ഞാൽ പ്രാസം ഒപ്പിച്ച് വാക്കുകൾ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ അവരിലുണ്ടായിരുന്നു. അവരിൽ ഈ ഗണത്തിൽ വളരെ അഗ്രഗണ്യനായിരുന്ന ഉത്ബത്ത് ബിനു റബീഅ എന്നു പേരുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കാൻ അവർ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. സൂറത്തു ഫുസ്സിലത്തിൻ്റെ തഫ്സീറിൽ നിങ്ങൾക്ക് ഈ സംഭവം കാണാം. ഇമാം അഹ്മദിൻ്റെ മുസ്നദിലെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. സ്ഥിരപ്പെട്ട സനദിലൂടെ ഈ സംഭവം വന്നത് കാണാം. ഉത്ബത്ത് ബിനു റബീഅയെ അവർ ഏൽപ്പിച്ചു. ഉത്ബത്ത് ബിനു റബീഅ അവരിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ച ആളായിരുന്നു. അങ്ങനെ ഉത്ബയെ അവർ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉത്ബ ചെന്നു. നബിയുടെ അടുത്ത് ചെന്നിട്ട് ഉത്ബ ചോദിച്ചു, ഓ മുഹമ്മദ്, നീയാണോ ഏറ്റവും ശ്രേഷ്ഠൻ, അതല്ല നിൻ്റെ പിതാവ് അബ്ദുള്ള ആണോ? നീയാണോ അഫ്ദൽ, ശ്രേഷ്ഠൻ, അതല്ല നിൻ്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വേണ്ടില്ല. അപ്പോൾ ഉത്ബ ചോദിച്ചു, നിൻ്റെ പിതാവാണ് അല്ലെങ്കിൽ നിൻ്റെ പിതാമഹനാണ് നിന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് നീ പറയുന്നത് എങ്കിൽ അവരൊക്കെ ഞങ്ങളുടെ ദീനിലായിരുന്നു. അതല്ല, നീയാണ് ശ്രേഷ്ഠൻ എങ്കിൽ അൻതല്ലദീ ഫറഖ്ത ജമാഅതന വശത്തത്ത ശംലന, നീയാണ് ഞങ്ങളുടെ ഐക്യം നശിപ്പിച്ചത്, ഖുറൈശികളുടെ പേര് അറബികൾക്കിടയിൽ മോശമാക്കി, ഞങ്ങളിൽ ഒരു സാഹിറുണ്ട്, ഒരു ജ്യോത്സ്യനുണ്ട് എന്ന് ആളുകൾ പറയുന്നു എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ആക്ഷേപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ കുറേ പറഞ്ഞപ്പോൾ ചോദിച്ചു, പറഞ്ഞു തീർന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു, കഴിഞ്ഞു, നീ പറ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കേട്ടുകൊള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാമീം, തൻസീലു മിനർ റഹ്മാനിർ റഹീം, കിതാബുൻ ഫസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറ എന്ന് തുടങ്ങുന്ന സൂറത്തു ഫുസ്സിലത്തിലെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതി തുടങ്ങിയപ്പോൾ അറബി ഭാഷയിൽ അഗ്രഗണ്യനായിരുന്ന, അതിലെ കവിതകൾ പഠിച്ചിട്ടുള്ള, അതിലെ സാഹിത്യത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള, കഹാനത്ത് പഠിച്ചിട്ടുള്ള ഉത്ബ അന്താളിച്ച് അയാൾ അതിൽ മതിമറന്ന് ഒടുവിൽ തൻ്റെ രണ്ട് കൈയും പിന്നിലേക്ക് ഇങ്ങനെ കെട്ടി കേൾക്കാൻ തുടങ്ങി. ഒടുവിൽ അതിലെ 13-ാമത്തെ ആയത്തെത്തി. നിങ്ങൾ സൂറത്ത് ഫുസ്, സുബ്ഹാനല്ലാഹ്, സൂറത്തിൻ്റെ ചെറിയൊരു വിശദീകരണമെങ്കിലും ഒന്ന് പോയി വായിച്ചു നോക്കുക. സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തുകൾ ഓതി നോക്കുക. 13-ാമത്തെ ആയത്തെത്തി, ഫഇൻ അഅറദൂ ഫഖുൽ അൻദർതുക്കും സായിഖതൻ മിസ്ല സായിഖതി ആദി വതമൂദ്. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയെ പറയുക, അൻദർതുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, സായിഖതൻ മിസ്ല സായിഖതി ആദി വതമൂദ്, ആദിനും സമൂദിനും ആ പഴയ ഗോത്രങ്ങൾക്ക് അവർക്കുണ്ടായ, അവരെ നശിപ്പിച്ച ഘോര ശബ്ദം പോലെയുള്ള ശബ്ദം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ആദ് സമൂദ് ഗോത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവർ പഴയ പുരാതന കാലത്തെ അറബികളായിരുന്നു. അറബികൾ പല ഗണങ്ങളുണ്ട്, അവർക്ക് പല ഘട്ടങ്ങളുണ്ട് അവരുടെ ചരിത്രം. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ശേഷമുള്ള ഘട്ടം, അതിനു മുമ്പ് ആരിബ, മുസ്തഅരിബ എന്നൊക്കെ പറയുന്ന വലിയ ചരിത്രം അവർക്കുണ്ട്, ഇടയിലുണ്ട്. അതുകൊണ്ട് ആദ് സമൂദ് ഗോത്രങ്ങളുടെ കഥ ആർക്കറിയാം? അവർക്കറിയാം. ഇങ്ങനൊരു ഖൗമിനെ അള്ളാഹു പണ്ട് നശിപ്പിച്ചിട്ടുണ്ട്, അവർക്കറിയാം. അപ്പോൾ നോക്കൂ,
ഈ ആയത്തെത്തിയപ്പോൾ ഉത്ബ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വായ ഒത്തിപ്പിടിച്ചു. നമ്മുടെ വായ കയറി ഒത്തിപ്പിടിച്ചു. മതി മതി എന്ന് പറഞ്ഞു. ആൾ അന്താളിച്ച് വീട്ടിലേക്ക് നടന്നുപോയി. ഖുറൈശികൾ കാത്തു നിൽക്കുകയാണ് ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോൽപ്പിച്ച് തിരിച്ചു വരുന്നത് കാണാൻ. പക്ഷെ ആളെ കാണാനില്ല. ഒടുവിൽ ഉത്ബയെ അങ്ങോട്ട് അവർ കാണാൻ ചെന്നു. ചോദിച്ചു, യാ അബുൽ വലീദ്, എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, മുഹമ്മദിനെ വിട്ടേക്കും, ആളെ വിട്ടേക്ക്. അപ്പോൾ എന്താ പറ്റിയത്? അപ്പോൾ ആൾ പറഞ്ഞു, എന്നോട് ചില കാര്യങ്ങൾ മുഹമ്മദ് സംസാരിച്ചു. ചില കലിമത്തുകൾ മുഹമ്മദ് പറഞ്ഞു. അത് ഷിഅറല്ല, കവിതയല്ല, അത് കഹാനത്തല്ല. അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇവർ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഹദീസിൻ്റെ കിതാബുകൾ കാണാം, ഇവർ ചോദിച്ചു, അറബിയല്ലേ പറഞ്ഞ്? അങ്ങനെ തന്നെ കാണാം ഹദീസിൻ്റെ റിവായത്ത്. അറബിയല്ലേ പറഞ്ഞ്? അറബിയിലൊരു മനുഷ്യൻ സംസാരിച്ചിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്നാളുകൾ ചോദിച്ചു വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒടുവിൽ അതെനിക്കൊന്നും തിരിഞ്ഞില്ല, പക്ഷേ ഒടുവിൽ മുഹമ്മദ് ആദ് സമൂദ് ഗോത്രങ്ങളുടെ ശിക്ഷ പോലെയുള്ളത് നിങ്ങൾക്ക് വരും എന്ന് താക്കീത് നൽകി. അത് നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ട് ആളെ വിട്ടേക്കും എന്ന് ഉത്ബ പേടിച്ചിട്ട് പറഞ്ഞു എന്നാണ്. യാ സുബ്ഹാൻ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക, കുഫറിൻ്റെ തലകളാണ് ഇതൊക്കെ. എന്നിട്ട് ഈ അറബി ഭാഷയിൽ ഇത്രയും പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആളുകൾ ഇവരെ അന്താളിപ്പിച്ച് നിർത്തി. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. എന്താണ് ഖുർആൻ്റെ പ്രത്യേകത? റബ്ബിൻ്റെ കലാമാണിത്, മനുഷ്യരുടെ സംസാരമല്ല. അതുകൊണ്ടാണ് അവർ പേടിച്ചിരുന്നു. അവരുടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഖുർആൻ കേട്ടിട്ട് മുസ്ലിമായി പോവുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ പുറത്തുനിന്ന് നിസ്കാരം ആരംഭിച്ചു. വീട്ടിൻ്റെ പുറത്ത് ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം ആരംഭിച്ചപ്പോൾ എന്ത് ചെയ്തു? ഖുറൈശികൾ പ്രശ്നം ഉണ്ടാക്കി. കാരണം അവർക്കെന്താ, അവരുടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇത് കേട്ട് ഖുർആനിൽ മയങ്ങിപ്പോകുമോ എന്നവർ പേടിച്ചു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, لا تسمعوا لهذا القرآن وقال الذين قرآن തന്നെ കാണാം وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. കാഫിറുകളായ ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, വൽഗൗ ഫീഹി, അത് കേൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഒച്ചുണ്ടാക്കുക, ലഅല്ലക്കും തഗ്ലിബൂൻ, അത് ജയിക്കാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ പ്രിയ സഹോദരങ്ങൾ, അത് അത്ഭുതമാണ്. അത് മുഴുവൻ അത്ഭുതമാണ്. അത് ഒന്നാകെ അത്ഭുതമാണ്. അതിൻ്റെ പാരായണം അത്ഭുതമാണ്. അത് കേൾക്കുക അത്ഭുതമാണ്. അതിൻ്റെ അർത്ഥം അത്ഭുതമാണ്. അതിലെ പദപ്രയോഗങ്ങൾ അത്ഭുതമാണ്. അതിലെ ആശയങ്ങളോ ഈ കണ്ട മനോഹാരിതയോടോ ഒക്കെ ഒപ്പം അതിലെന്തുണ്ട്? അതിലെ ആശയം എന്താണ്? ഏറ്റവും മനോഹരമാണ്, നന്മയാണ്. സാധാരണ ആളുകൾ എഴുതിയാലോ ചിലപ്പോൾ അതിലെ വാക്കുകളും കോറുമൊക്കെ വളരെ നന്നായിരിക്കും, പക്ഷെ ഉള്ളി പറഞ്ഞ കാര്യം അങ്ങേയറ്റം വൃത്തികെട്ടതായിരിക്കും. ഒന്നുകിൽ സ്ത്രീകളെ വർണ്ണിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർണ്ണിക്കുക, ആളെ പുകഴ്ത്തി ആകാശത്തേക്ക് ഉയർത്തുക, അല്ലെങ്കിൽ ഇകഴ്ത്തി ഭൂമിയിലേക്ക് താഴ്ത്തുക. ഖുർആൻ നിങ്ങൾ എവിടെ എടുത്തു നോക്കൂ, അവിടെയെല്ലാം മനോഹരമാണ്, അത്ഭുതമാണ്. ഖുർആനിലെ വഅദുകൾ, അതിലെ വാഗ്ദാനങ്ങൾ, അതിലെ താക്കീതുകൾ, അതിലെ ചരിത്രങ്ങൾ, അതിലെ കൽപ്പനകൾ, അതിലെ വിലക്കുകൾ, അതിലെ നിയമങ്ങൾ, അതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ, ഏതാണ് മനോഹരമല്ലാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ, ഒരു സാധനം വാങ്ങിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ഒരു കടലാസ് തരും. അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, അതിലെ നിയമങ്ങൾ. ഒരു മനുഷ്യനും വായിച്ചു വെക്കാത്തതായിരിക്കും അതിലുണ്ടാകുക. പൊതുവെ ആരും അത് വായിക്കാൻ നിൽക്കാറില്ല. കാരണം അത്രയും അരോചകമായ ഭാഷയായിരിക്കും അതിൻ്റെ. പൊതുവെ ആൾക്ക് തീരെ വായിച്ചു തീർക്കാൻ പറ്റാത്ത ഭാഷയായിരിക്കും. നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ അനന്തര സ്വത്തിനെക്കുറിച്ച് പറഞ്ഞ ആയത്തെടുത്ത് നോക്കൂ. അനന്തര സ്വത്തുകളെക്കുറിച്ച്, സ്വത്ത് വീതിക്കേണ്ട 3 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. 3 സൂറത്തു നിസായിലാണ്. 3 ആയത്തുകളാണ് അനന്തര സ്വത്തിനെക്കുറിച്ച് ഖുർആനിലുള്ളത്. 3 സൂറത്തു നിസായിലാണ്. ഒന്ന് തുടക്ക ഭാഗത്ത് 11, 12 അല്ലെങ്കിൽ 10, 11, പിന്നെ അവസാന ഭാഗത്ത്. നിങ്ങൾ നോക്കുക, ആ ആയത്തുകൾ എന്തൊരു ഭംഗിയാണ്. അനന്തര സ്വത്ത്, ആൾ മരിച്ചു, ഒരാൾക്ക് ഇത്ര മക്കളുണ്ട്, ഒരാൾക്ക് പെണ്ണിത്രയുണ്ട്, അല്ലെങ്കിൽ 2-ലധികം പെണ്ണുണ്ട്, അല്ലെങ്കിൽ മക്കളില്ല, സഹോദരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ, ഇങ്ങനെ ഓരോരോ സന്ദർഭം എങ്ങനെ സ്വത്ത് വീതിക്കണം. എവിടെയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ഭംഗി കൂടുകയല്ലാതെ അവിടെ കുറഞ്ഞു കാണുകയില്ല. അത് കുട്ടികൾ ഓതുന്നു, ചെറിയ മക്കൾ ഹെഫലാക്കുന്നു, പ്രായമേറിയവർ ഹെഫലാക്കുന്നു, സ്ത്രീകൾ മനഃപ്പാടമാക്കുന്നു, പുരുഷന്മാരെ ഹെഫലാക്കുന്നു, പാവപ്പെട്ടവൻ, പണക്കാരൻ,
കർഷകൻ, മറ്റെന്തെങ്കിലും സങ്കീർണമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയർ, അതല്ലാത്ത ആളുകൾ എല്ലാവരും ഹിഫ്ളാക്കും. പല ഭാഷക്കാർ, മലയാള ഭാഷയിൽ ഒരു ഇത്ര കട്ടിയുള്ള ഒരു പുസ്തകം നിങ്ങളോട് ആരോടെങ്കിലും ഹിഫ്ളാക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? മലയാള ഭാഷയിൽ ഒരു 10 പേജ് ഹിഫ്ളാക്കാൻ പറഞ്ഞാൽ മലയാള ഭാഷയിൽ, നമ്മുടെ ഭാഷയാണത്. പക്ഷെ അത് മനപ്പാടമാക്കാൻ ശ്രമിച്ചായിരിക്കും എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അള്ളാഹുവിൻ്റെ കലാം അറബി ഭാഷയിൽ ഒരു പദത്തിൻ്റെ അർത്ഥം പോലും അറിയാത്ത ആളുകൾ എത്ര പേരത് ഹിഫ്ളാക്കും? ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലെങ്കിൽ, മുസ്ലിമീങ്ങളുടെ സുന്നത്താണത്, മുസ്ലിമീങ്ങളുടെ ചരിത്രവും നടപടിക്രമവുമാണെന്ത്? ചെറിയ മക്കൾ ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത്. കാലങ്ങളായി അത് ചെയ്തു വരുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ കിതാബ് പോലെ അത്ഭുതം മറ്റെവിടെയുണ്ട്? ഈ കിതാബാകട്ടെ അള്ളാഹു അവതരിപ്പിച്ച അതേ ഭാഷയിലാണുള്ളത്. എന്നാൽ പഴയ കിതാബുകളോ മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ നിങ്ങൾ നോക്കൂ, അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ ആരുടെ കയ്യിലാണെന്നുള്ളത്? അത് ഹിഫ്ളാക്കിയ, അള്ളാഹു അവതരിപ്പിച്ചു അല്ലെങ്കിൽ അവർക്ക് അവതീർണമായി എന്നവർ പറയുന്ന ഭാഷയിൽ അത് മനഃപ്പാടമാക്കിയ ഒരു പുരോഹിതനെ കാണിച്ചു തരാൻ പറ്റുമോ? അവരുടെ സാധാരണക്കാർ പോട്ടെ, എത്ര പേരെ കാണിച്ചു തരാൻ പറ്റും? അത് കേട്ടു നോക്കൂ നിങ്ങൾ. ഖുർആൻ്റെ പാരായണം അർത്ഥമൊന്നും അറിയാതെ കേട്ടു നോക്കൂ, അത് നിങ്ങളുടെ മനസ്സിൽ ചലമുണ്ടാക്കുന്നത് കാണാം. ഒരർത്ഥം അറിയാതെ കേട്ടാൽ പോലും അതിലെന്തുണ്ട്? സ്വാധീനമുണ്ട്. അത് ഒരു തവണ കേൾക്കുന്നത് പോലെയല്ല രണ്ടാമത് കേൾക്കുമ്പോൾ. നീ മറ്റുള്ള വിജ്ഞാനങ്ങൾ പഠിച്ചിട്ട് പിന്നെ ഖുർആനിലേക്ക് വന്നാൽ, ഇപ്പോൾ ഫിഖ്, ചരിത്രം, അഖീദ, മറ്റുള്ള വിഷയ, ഹദീസുകൾ, ഇതൊക്കെ പഠിച്ചിട്ട് നീ ഖുർആനിലേക്ക് തിരിച്ചു വന്നാൽ, ഖുർആൻ ഓരോ ദീനി വിജ്ഞാനവും പഠിച്ചിട്ട് പിന്നെ ഖുർആൻ ഓതുമ്പോൾ അത് പുതിയ അനുഭവമാണ്. ഖുർആൻ കൊണ്ട് ഒരാൾക്കൊരു ഒരു മതവിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യുകയില്ല? വയറ് നിറയുകയില്ല എന്നാണ്. അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. 11ഓളം ഇസ്ലാമിക പണ്ഡിതന്മാരിലെ ഇമ്മത്തുകൾ, അത് അവരിലെ നേതാക്കന്മാരായ ആളുകൾ പോലും, ഖുർആനിനു വേണ്ടി അത്രയും നേരം ചെലവഴിച്ച ആളുകൾ പോലും അവസാന കാലത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും ഖുർആനുമായി ബന്ധപ്പെട്ട്, ഖുർആൻ്റെ തഫ്സീർ, ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഞാൻ സമയം നീക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അവരിൽ വളരെ അറിയപ്പെട്ട പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഖുർആനിൽ അദ്ദേഹത്തെ പോലെ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. അതുപോലെ 11ഓളം ഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ കലാം, പ്രിയ സഹോദരങ്ങൾ, അത് അത്ഭുതമാണ്. അത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അത് പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ജീവിതം മാറ്റുന്ന മറ്റൊന്നും, നമുക്ക് ഇസ്സത്ത് നൽകുന്ന മറ്റൊന്നുമില്ല. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് നാം ഒരു കിതാബ് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു, ഫീഹി ദിക്റുക്കും, അതിനാണ് നിങ്ങളുടെ ദിക്റുള്ളത്. മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഐ ഫീഹി ഷറഫുക്കും, നിങ്ങളുടെ അന്തസ്സുള്ളത് അതിലാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാം അത് പഠിക്കുക, ഓതാൻ പഠിക്കുക, മനഃപ്പാടമാക്കുക, സാധിക്കുന്നത്ര അതിൻ്റെ തഫ്സീർ പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും വലുത് ജീവിതത്തിൽ പാലിക്കുക, അതാണ് ഏറ്റവും വലുത്. അതിനോളം വലുത് മറ്റൊന്നുമില്ല. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്ത്, ഈ ആയത്തിൽ അതുപോലൊന്ന് കൊണ്ടുവരാൻ കൽപ്പിച്ചു. നിങ്ങളുടെ സാക്ഷികളെ നിങ്ങൾ വിളിച്ചോളൂ എന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ അതിന് സാധിക്കുന്നില്ലേ? ഒരിക്കലും അതിന് സാധിക്കുകയില്ല എന്ന് റബ്ബ് അവരോട് പറഞ്ഞത് കാണാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിനൽ അംബിയാഇ മിൻ നബി ഇല്ലാ വഖദ് ഉഅതിയ മിനൽ ആയാതി മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ. ഏതൊരു നബിയും വന്നിട്ടുണ്ടോ ആ നബിക്ക് അള്ളാഹു ആയത്തുകൾ, മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. അഥവാ മനുഷ്യർ അത് കണ്ടാൽ വിശ്വസിക്കല്ലാതെ വഴിയില്ല, അങ്ങനത്തെ അത്ഭുതങ്ങൾ അള്ളാഹു അവൻ്റെ നബിമാർക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, സാലിഹ് അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് എന്താണ്? ഒരു ചെറിയ പാറയുടെ വിടവിലൂടെ ഒരു ഒട്ടകം, വലിയൊരു ഒട്ടകം പുറത്തേക്ക് വരികയാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ, മനുഷ്യർ ഒന്നാകെ വിശ്വസിക്കേണ്ടുന്ന അത്ഭുതങ്ങൾ അള്ളാഹു ഏതൊരു നബിക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മുടെ നബിക്ക് അള്ളാഹു ധാരാളം മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഏറ്റവും ആയത്തുകൾ നൽകപ്പെട്ടിട്ടുള്ളത്. ചന്ദ്രൻ 2ആയി പിളരുക നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. നബിയുടെ വിരലുകൾക്കിടയിലൂടെ ഒരുപാട് തവണ വെള്ളം വർദ്ധിച്ചത്, അതുപോലെ ഭക്ഷണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണം അതിൽ ബറക്കത്ത് ലഭിച്ചത്, ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പ്രകടമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഖുർആനാണ്. വഇന്നമാ കാന അല്ലദീ ഊതീതുഹു വഹ്യൻ ഔഹാഹു അല്ലാഹു ഇലൈ, എനിക്ക് അള്ളാഹു നൽകിയ അത്ഭുതം എന്നത് വഹ്യാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങുന്നത് ആരും കാണുന്നില്ല.
മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു തൗറാത്ത് രേഖപ്പെടുത്തിയ ഫലകങ്ങൾ നൽകിയിട്ടുണ്ട്, എഴുതിയ ഫലകങ്ങൾ. എന്നാൽ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഇല്ല. പക്ഷേ ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും അനുയായികളുള്ളത് ഞാനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഏറ്റവും അനുയായികൾ. കാരണം എന്താണ്? ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്, ഈ ഉമ്മത്തിന് വലിയ അത്ഭുതങ്ങൾ വേണമെന്നില്ല, മറിച്ച് അവരുടെ ഈമാൻ അത്രയും ദൃഢമാണ്. പഴയകാല ഉമ്മത്തുകൾക്ക് നിങ്ങൾ നോക്കിയ ബനൂ ഇസ്രായേലിലൊക്കെ കഥകൾ, ധാരാളം അത്ഭുത കഥകൾ കാണാം. അവരിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനിങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിലൂടെ മേഘങ്ങൾ ഇങ്ങനെ പോകും, തണൽ വിരിച്ചിട്ട്, ആളുകളൊക്കെ കാണും. ഇങ്ങനെ അത്ഭുതങ്ങൾ പഴയ ഉമ്മത്തുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ ഉമ്മത്തിലോ അത്ഭുതങ്ങൾ കുറവാണ്. ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അതിന് കാരണം ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ശ്രേഷ്ഠത കുറവല്ല. കാരണം ഇവർക്ക് അങ്ങനെ വലിയ അത്ഭുതങ്ങൾ കാണണമെന്നില്ല വിശ്വസിക്കാൻ. അന്ത്യനാളടുപ്പിച്ചാൽ ജനങ്ങളുടെ ഈമാൻ കുറയും, അപ്പോൾ അത്ഭുതങ്ങൾ കൂടും. അവസാന കാലത്ത് അത്ഭുത സംഭവങ്ങൾ വർദ്ധിക്കും എന്നാണ്. അതിൽ നമുക്ക് വേറെ പാഠമുണ്ട്. എന്ത്? അത്ഭുതങ്ങളിലല്ല കാര്യം. കുറേ ആൾ അവിടെ അങ്ങനെ മാജിക് കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, അപ്പോൾ ഈ കാണിക്കുന്നവൻ്റെയൊക്കെ പിന്നാലെ പോയാലോ? ആരൊക്കെ പിന്നാലെ പോകേണ്ടി വരും? ദജ്ജാലോ എന്നാൽ ആളെ അവൻ്റെ പിന്നാലെ പോകേണ്ടി വരില്ലേ? ദജ്ജാലിനെ പോലെ അത്ഭുതം വേറെ ആരാണ് കാണിക്കുക? എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതം കാണിക്കുക എന്നുള്ളത് എന്തല്ല, സത്യത്തിനുള്ള മാനദണ്ഡമല്ല. സത്യം നിശ്ചയിക്കാനുള്ള മാനദണ്ഡം അത് ഖുർആനും സുന്നത്തുമാണ്. പറഞ്ഞു വന്നത് നോക്കൂ, ഈ ഖുർആൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അറബികൾക്കാർക്കും അതുപോലൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയുമില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീർ അതുപോലെ സൂറത്തുൽ അസ്റിൻ്റെ തഫ്സീറിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറിലും അതുപോലെ സൂറത്തുൽ അസ്റിൻ്റെ തഫ്സീറിലും ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. എന്താണത്? നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു കള്ളപ്രവാചകനായിരുന്നു മുസൈലിമ അൽ കദ്ദാബ്, മുസൈലിമത്തുൽ കദ്ദാബ്. അപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് ഈ കള്ളപ്രവാചകൻ നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി മുസൈലിമയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അമർ ഇബ്നുൽ ആസ് അന്ന് മുസ്ലിമല്ല. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമല്ല. മുസൈലിമ അൽ കദ്ദാബിൻ്റെ അരികിൽ ചെന്നു. അപ്പോൾ മുസൈലിമ ചോദിച്ചു, മാദാ ഉൻസില അലാ സാഹിബി. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, ഖബ്ല അൻ യുസ്ലിം, അമർ ഇബ്നുൽ ആസ് മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള സംഭവമാണ്. മുസൈലിമ അപ്പോൾ അമർ ഇബ്നുൽ ആസ് വന്നപ്പോൾ ചോദിച്ചു, മുസൈലിമയുടെ പ്രത്യേകത എന്താണ്? മുസൈലിമ പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നാണ്. ഞാനും അള്ളാഹുവിൻ്റെ റസൂലാണ്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാനും അള്ളാഹുവിൻ്റെ റസൂലാണ്. അതാണ് അവൻ്റെ വാദം. അങ്ങനെ പറഞ്ഞാലോ എന്താ അവൻ്റെ ഇസ്ലാമിക വിധി? അവൻ കാഫറാണ്. അവൻ വിശ്വസിക്കുന്നവരും കാഫറാണ്. അവന് ആര് വിശ്വസിച്ച് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അപ്പോൾ മുസൈലിമ പറഞ്ഞു, നിങ്ങളെ സാഹിബിന് മക്കയിൽ എന്താ ഇപ്പോൾ പുതിയ എന്താണ് അവതരിച്ചത്, വഹി എന്താണ് ഇറങ്ങിയത്? അപ്പോൾ അമർ ഇബ്നുൽ ആസ് പറഞ്ഞു, അമർ ഇബ്നുൽ ആസ് അന്ന് മുസ്ലിം ആയിട്ടില്ല. പക്ഷെ അമർ ഇബ്നുൽ ആസ് പറഞ്ഞു, ലഖദ് ഉൻസില അലൈഹി സൂറത്തുൻ വജീസത്തുൻ ബലീഗ. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സൂറത്ത്, പക്ഷേ വളരെ ആശയം തുളുമ്പുന്ന, അങ്ങേയറ്റം ആശയങ്ങൾ നിറഞ്ഞ മഹത്തരമായൊരു സൂറത്ത്, എന്നാൽ ചെറിയ സൂറത്ത് ഇറങ്ങി. ഫഖാല ഉമാഹി, മുസൈലിമ ചോദിച്ചു എന്താണത്? അപ്പോൾ അമർ ഇബ്നുൽ ആസ് ഓതി കൊടുത്തു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അപ്പോൾ മുസൈലിമ കള്ളപ്രവാചകനാണല്ലോ. മുസൈലിമ എന്ത് ചെയ്തു? ഫഫക്കറ സാഅ, കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചു, തല താഴ്ത്തിയിരുന്ന് ആലോചിച്ചു എന്നാണ്. എന്നിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, വഖദ് ഉൻസില അലയ്യ മിസ്ലുഹ, എനിക്കിപ്പോൾ അതേപോലെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മാഹു അമർ ഇബ്നുൽ ആസ് ചോദിച്ചു എന്താ അത്? അപ്പോൾ പറഞ്ഞു, യാ വബർ യാ വബർ ഇന്നമാ അൻത ഉദുനാനി വസദർ വസായിറുക ഹഖറും വനഖർ വഫഖർ. വബർ എന്ന് പറഞ്ഞാൽ ഒരു ജന്തുവിൻ്റെ പേരാണ്. ഇബ്നു കസീർ തന്നെ മറ്റൊരു സൂറത്തുൽ അസ്റിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് ദുവൈബത്തുൻ തുഷ്ബിഹുൽ ഹിർ, പൂച്ചയെ പോലുള്ള ഒരു ജന്തുവാണത്. അഅളമു ഷൈഇൻ ഫീഹി ഉദുന, അതിൻ്റെ ഏറ്റവും ശരീരത്തിൽ ഏറ്റവും വലുത് ചെവിയാണ്. ബാക്കിയൊക്കെ അതിൻ്റെ നെഞ്ചും ബാക്കി ഭാഗമൊക്കെ തീരെ കാണാൻ കൊള്ളാത്തൊരു ജന്തുവാണത്. അപ്പോൾ മുസൈലിമ പറയാണ്, യാ വബർ ലക്ക ഉദുനാനി വസദർ. വബർ, നിനക്കെന്തുണ്ട്? രണ്ട് ചെവിയുണ്ട്, അതുപോലെ ഒരു നെഞ്ചുമുണ്ട്. വസായിറുക ഹഖറുൻ ഫഖർ, ബാക്കിയൊക്കെ പറയാൻ കൊള്ളാത്ത ഭാഗമാണ്.
എന്നിട്ട് മാത്രമല്ല, എന്നിട്ട് അമർ ഇബ്നുൽ ആസിനോട് ചോദിച്ചു എന്നാണ്, കൈഫ തറ യാ അമർ, എങ്ങനെയുണ്ട് അമറെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയാണെങ്കിൽ ഇയാൾ എന്തിനാണ് ചോദിക്കണത്? അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്താ? എങ്ങനെയുണ്ട്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല. അമർ ഇബ്നുൽ ആസ് ഇയാളോട് പറഞ്ഞു, വല്ലാഹി ഇന്നക ലതഅലമു അന്നീ ലഅലമു ഇന്നക തക്ദിബ്. അള്ളാഹു ആണ്, നിനക്കറിയാം എന്ത്, നീ കള്ളനാന്ന് എനിക്കറിയാം. മനസ്സിലായോ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ സംഭവം ഉദ്ധരിച്ച ശേഷം പറഞ്ഞു, ഫഅറാദ മുസൈലം അൻ യുറക്കിബ മിൻ ഹാദൽ ഹദയാനി മാ യുആരിദു ബിഹിൽ ഖുർആൻ. അവൻ്റെ ഈ ഒന്നിനും കൊള്ളാത്ത വാക്കുകൊണ്ട് ഖുർആനിനെ എതിരിടാനാണ് അവൻ ഉദ്ദേശിച്ചത്. ഫലം യർജ് ദാലിക അല ആബിദിൽ ഔസാനി ഫീ ദാലിക സമാൻ. അക്കാലത്തൊരു ബിംബാരാധകനെ പോലും തൃപ്തിപ്പെടുത്താൻ അതുകൊണ്ട് പറ്റിയതുമില്ല. മനസ്സിലായി? അക്കാലത്തൊരു വസനിനെ ആരാധിക്കുന്ന ആളാണ് അമർ ഇബ്നുൽ ആസ്. പക്ഷെ അയാൾ പോലും ഇത് പറഞ്ഞ് ഇത് ഖുർആൻ പോലെയാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അള്ളാഹുവിൻ്റെ കിതാബിന്, അവൻ്റെ ദീനിന്, അവൻ്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളികളായി വന്നവരെല്ലാം നിന്ദതയുടെ പടുകുലിലായിരിക്കും ഏത് കാലത്തും. ഈ ഖുർആനിനും സുന്നത്തിനും അള്ളാഹുവിൻ്റെ ദീനിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് എതിരിടാൻ ആര് വന്നു, നിന്ദത അവനെ മൂടിയിരിക്കും. ഏതു ഭാഗത്തുകൂടെയും അവൻ നിന്ദനായിരിക്കും. ഈ ദീനിനാണ് ഇസ്സത്തുള്ളത്. ഈ ദീനിൻ്റെ ആളുകൾക്കാണ് ഇസ്സത്ത്. വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിനൽ മുനാഫിഖീന ലാ യഅലമൂൻ. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുഅ്മിനുകൾക്കുമാണ് ഇസ്സത്തുള്ളത്, പ്രതാപമുള്ളത്. അത് ഹക്കിൻ്റെ ഇസ്സത്താണ്, അള്ളാഹു നൽകുന്ന പ്രതാപമാണ്. മുനാഫിഖുകൾ അത് തിരിച്ചറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി ജീവിച്ചു മരിക്കാൻ, ആ ഈമാനിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.